നമസ്കാരം, ഇത് IBN മലയാളം. ഒരായുസിൻ്റെ പ്രണയത്തെ വിധി 2 ആഴ്ചയിലേക്ക് ചുരുക്കി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിഖിലിനും അനുവിനും ജന്മനാട് കണ്ണീരോടെ വിട നൽകുകയാണ്. ഒപ്പം ഇവരുടെ പിതാക്കന്മാർക്കും ജന്മനാട് യാത്രാമൊഴികൾ നൽകി. 8 വർഷം പ്രണയിച്ച് വിവാഹിതരായ നവദമ്പതികളുടെ ഹണിമൂൺ യാത്രയുടെ സന്തോഷം വീട്ടിലെത്തുന്നതിന് 13 കിലോമീറ്റർ അകലെ റോഡ് അപകടത്തിൽ പൊളിഞ്ഞു. ഒപ്പം ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടാനെത്തിയ അച്ഛന്മാരുടെ ജീവനും പൊളിഞ്ഞു. മലേഷ്യയിൽ ഹണിമൂൺ ട്രിപ്പിന് ശേഷം മടങ്ങിയ മല്ലശ്ശേരി പൂത്തേതുതുണ്ടിയിൽ നിഖിൽ ഈപ്പൻ, ഭാര്യ മല്ലശ്ശേരി പുത്തൻവിള കിഴക്കേതിൽ അനു ബിജു എന്നിവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇരുവരുടെയും അച്ഛന്മാർ ചേർന്ന് വിളിച്ചുകൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. ഇന്നലെ പുലർച്ചെ 4:05 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂടൽ മുറിഞ്ഞകൽ ഗുരുമന്ദിരത്തിന് മുന്നിലുണ്ടായ അപകടത്തിലാണ് നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അനുവിന്റെ പിതാവ് ബിജു പി ജോർജും അടക്കം ഇവർ 4 പേരും മരണപ്പെട്ടത്. തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിലേക്ക് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മത്തായി ഈപ്പൻ, ബിജു പി ജോർജ്, നിഖിൽ ഈപ്പൻ എന്നിവർ തൽക്ഷണം മരിച്ചു. അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന നിഖിലിന്റെയും MSW കഴിഞ്ഞ അനുവിന്റെയും വിവാഹം നവംബർ 30-നായിരുന്നു. അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് വിമുക്ത ഭടനാണ്. നിഷയാണ് ഭാര്യ. നിലവിൽ ലേക്ക് ഷോർ ആശുപത്രിയിലെ സെക്യൂരിറ്റി മാനേജറാണ്. നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ മുൻപ് മസ്കറ്റിലായിരുന്നു. സാലിയാണ് ഭാര്യ. കാർ നിയന്ത്രണം വിട്ടു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട് വാഹനം ഒതുക്കിയതായി മിനി ബസിന്റെ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. 2 ആഴ്ച മുമ്പ് നടന്ന കല്യാണത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറും മുൻപ് അപ്രതീക്ഷിതമായി എത്തിയ വിയോഗങ്ങളിൽ പകച്ചിരിക്കുകയാണ് ഇരു കുടുംബങ്ങളും നാടും. ഇന്ന് അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട വീടുകളിൽ തളം കെട്ടി നിൽക്കുന്നത് 4 മരണങ്ങളുടെ സങ്കടം. അപകട വാർത്ത അറിഞ്ഞതു മുതൽ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും നിഖിലിന്റെ വീടായ പൂത്തേതുണ്ടിയിലേക്കും അനുവിന്റെ വസതിയായ പുത്തൻവിള കിഴക്കേതിലേക്കും ഒഴുകിയെത്തി. ഇരു വീടുകളും തമ്മിൽ 1 കിലോമീറ്റർ ദൂരം മാത്രം. പൊന്നുമക്കളായിരുന്നു പാവങ്ങൾ. മല്ലശ്ശേരിക്കാർക്ക് ഇവരെപ്പറ്റി പറയാനുള്ളത് നല്ല ഓർമ്മകൾ മാത്രം. കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ തീർന്നപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷം തുടങ്ങിയിരുന്നു. ഒരേ ഇടവകയായതിനാൽ കല്യാണശേഷമുള്ള ആദ്യ പെരുന്നാൾ ഇരുവരും ഗംഭീരമായി ആഘോഷിച്ചു. കഴിഞ്ഞ 7-നും 8-നുമായിരുന്നു പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാൾ. പള്ളിയിലെ കൊയറിൽ അംഗങ്ങളായിരുന്നു ഇരുവരും. അനു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ 1 വർഷം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അനുവിന്റെ പിതാവ് ബിജു സൈനികനായി വിരമിച്ച ശേഷമാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി മാനേജരായി ജോലിക്ക് കയറിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.